പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. നമ്മുടെ ആത്മരക്ഷയ്ക്കായി നാം നടത്തേണ്ട ആത്മീയ സമരത്തിൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നാം ധരിക്കണം എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്ക് എതിരായിട്ടാണ് നാം പടവെട്ടുന്നത്. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അപ്പോൾ നമുക്ക് സാധിക്കും. എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ ആയുധങ്ങൾ? സത്യവും നീതിയും വിശ്വാസവും സമാധാനവും നമുക്ക് ഉണ്ടായിരിക്കണം. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ആത്മാവിൻ്റെ വാളായ ദൈവവചനവും നമ്മെ ശക്തിപ്പെടുത്തുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുത്തു വേണം നാം ആത്മീയ സമരം നടത്തുവാൻ. വിശുദ്ധ മത്തായി 11:12 തിരുവചനം പറയുന്നു, സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചെടുക്കുന്നു. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ പരിചയം ആത്മാവിൻ്റെ വാളായ ദൈവവചനവും എടുത്ത് ആത്മീയ സമരം നടത്തി അതിൽ വിജയിക്കുന്നവരാണ് ബലവാന്മാർ. അവരാണ് സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നത്. പിശാചിൻ്റെ കുടില തന്ത്രങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ദൈവത്തിൻ്റെ ആയുധങ്ങൾ നാം എടുത്ത് യുദ്ധം ചെയ്യണം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായം 7 ഇപ്രകാരമാണ് പറയുന്നത്, ദൈവത്തോട് ചേർന്ന് നിൽക്കാനും പിശാചിനെ ചെറുത്തു നിൽക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സാത്താൻ നിങ്ങളൊന്ന് ഓടി അകന്നുകൊള്ളും. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. ലോകമോഹങ്ങൾ കൊണ്ടും ജഡിക താല്പര്യങ്ങൾ കൊണ്ടും സാത്താൻ എറിയുന്ന പ്രലോഭനങ്ങളിൽ നാം അകപ്പെട്ടു പോകരുത്. 1 പത്രോസ് 5:8 തിരുവചനം പറയുകയാണ്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്നന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. നമ്മുടെ ആത്മാക്കളെ നശിപ്പിക്കുവാനാണ് സാത്താൻ ലക്ഷ്യമിടുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും വിത്തുകൾ വിതയ്ക്കുന്നത് സാത്താനാണ്. ദൈവത്തിൽ നിന്നും ദൈവവചനങ്ങളിൽ നിന്നും മനുഷ്യരെ അകറ്റി നിർത്തുന്നതും സാത്താൻ തന്നെയാണ്. ദൈവത്തിലുള്ള മനുഷ്യരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി പലവിധ പ്രലോഭനങ്ങളിലൂടെ മനുഷ്യരെ കെണിയിൽ വീഴ്ത്തുന്നത് സാത്താനാണ്. അതിനാൽ നാം ജാഗരൂകരായിരിക്കണം. ദൈവത്തോട് ചേർന്ന് നിന്ന് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ നിറച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. സ്വർഗരാജ്യം നമുക്ക് പിടിച്ചെടുക്കാനും സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.